രാവിലെ കുളിച്ചു റെഡിയായി ചാടിക്കാൻ പോകണം. നമ്മൾക്കിന്ന് കുറേ ദൗത്യങ്ങളുണ്ട്. സൺഡേ ആണ്. നമ്മൾ പിള്ളേർക്ക് നൈറ്റ് സ്ലിപ്പ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ അങ്ങ് പോകണം. പിള്ളേർ കുറേ ആൾക്കാർ രാവിലെ മുതലേ എനിക്ക് വിളിച്ച് എന്താ പറയുക, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസാണ് ജില്ലാ ഹോസ്പിറ്റലിലൂടെ 10 മണിയാകുമ്പോൾ ഞാൻ ഉണ്ടാവും നൈറ്റ് സ്ലിപ്പ് തരാത്തത്. പക്ഷേ എല്ലാവരും വിളിച്ച് എന്താ പറയുക, എനിക്ക് ഉറങ്ങാൻ പോയി സംഭവിച്ചു. കാരണം ഇന്നലെ പുലർച്ചെ കോട്ടക്കഞ്ഞ് വന്ന് കിടന്ന് 4 മണിക്കാണ്. എന്നിട്ട് 6 മണിയാകുമ്പോൾ തുടങ്ങി വിളിക്കുക എല്ലാവരും. കുറേ ആൾക്കാരെ വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞുള്ളത്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഇപ്പം ഉള്ളത്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ ഒരു കേസ് എടുക്കാൻ വന്നതാണ്. ചായ കുടിച്ചു, ചായ കൂടി കഴിഞ്ഞു. ഇനി പിള്ളേർക്ക് പോകാൻ, പിള്ളേർക്ക് നൈറ്റ് കൊടുക്കാൻ പോകാനുണ്ട്. അതിന് മുന്നേറ്റ് വന്നാണോ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫ്രഷ് സരീഷത്തെ കാക്കി ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാരെ തട്ടാ ചേച്ചിമാർ ചോദിക്കാം ഓട്ടോ പോവത് ഓട്ടോറിക്ഷ ഡ്രൈവർ വെച്ചിട്ട്. ഇത് കാക്കിയാണോ? കാക്കി തന്നെയാണല്ലോ. അതാണ് കഴിച്ചോളത്തെ അവസ്ഥ. ആൾക്കാർക്കൊന്നും അറിയില്ല. ആൾക്കാർ വെറുതെ ഇങ്ങനെയിട്ട് മാന്യമായി ജീവിക്കുന്ന ആൾക്കാരോട് പലതും പറയുക. പക്ഷേ ഇയാളെ പറ്റി പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞോട്ടെ, വൈകുന്നേരം ഫിറ്റാ, ഫുൾ ഫിറ്റാ അല്ലേ? ഒരു സത്തറടിക്കും. ആറെണ്ണം പറ എത്ര അടിക്കും ഒരു ദിവസം? ഡിപ്പെൻസ്. അല്ല, ഒരു ഏറിപ്പോൾ എത്ര പേക്ക് പോവും? അത് കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല. 12-14 പോയിട്ടുണ്ട്. ഇതല്ലേ വിഷയാണ് കേസ്. ഈ വിരിക്കണ പുള്ളി ചില്ലറ പുള്ളിയൊന്നല്ല, വലിയ കൊമ്പത്തേക്കുന്ന പുള്ളിയാ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വടക്കനാട് ആംബുലൻസ് സർവീസിന്റെ വിതരണമാണ്. അപ്പോൾ ഉദ്ഘാടനം കഴിക്കാനായിട്ട് നമ്മുടെ ഓൾഡ് ഡ്രൈവറായ സിൻഡാബിയെ സ്വാഗതം ചെയ്യാണ്. ഹലോ ഹലോ. ആ കേൾക്കുന്നുണ്ട്. ഈ നൈറ്റ് സ്ലിപ്പ് വിതരണത്തിന് വേണ്ടിയിട്ട് അതിഥിയായി ക്ഷണിച്ച വടക്കനാടൻ ആംബുലൻസ് സർവീസിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ വഴിക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും നൈറ്റ് സ്ലിപ്പിന് വേണ്ടിയിട്ട് വടക്കനാടൻ സർവീസ് ചെയ്യുന്നതാണ്. എല്ലാ കുട്ടികളും അതായത് മാതാപിതാക്കളും കൊണ്ടുവരേണ്ടതാണ്. ഇത് വമ്പിച്ച വിജയത്തോടു കൂടി വിജയിപ്പിക്കണം. അതിന് എല്ലാവരും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പൊ ഒരുപാട് പേർക്ക് നൈറ്റ് കൊടുക്കുന്നത്. അപ്പൊ അടുത്ത പയ്യൻ വന്നിട്ടുണ്ട് കൊടുക്കാണ്. ഹാപ്പി ആയില്ലേ? നമ്മള് വലിയ ഷീറ്റ് വെച്ചാൽ കൊടുത്തായിരുന്നത്. പക്ഷെ ഇപ്പൊ ഷീറ്റ് വെക്കാൻ തികണില്ല. അപ്പൊ 10 വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. മറ്റേ പയ്യനെ കൊടുത്തോളൂ, പിള്ളേർക്ക് അന്യനെ കൊടുത്തോളൂ. ഓക്കെ, എന്താ വിശേഷം? സുഖല്ലേ? എവിടെന്നാ വരണേ? പാമ്പൂരിന്ന് വരിക. നൈറ്റ് വേണ്ടി വന്നാ സൈക്കിൾ ഓടിച്ചാ ബസ്സിന് വന്നാ? ഷോ നൈറ്റ് സ്ലിപ്പ് വാങ്ങിട്ട് കൊണ്ടോണ്ട് എല്ലാരും നൈറ്റ് സ്ലിപ്പ് വാങ്ങി കൊണ്ടോണ്ടിരിക്കാണ്. നൈറ്റ് സ്ലിപ്പ് എത്ര ആവശ്യക്കാരുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാമിലാകെ വീഡിയോ ഇട്ടപ്പോഴേക്കും വീഡിയോ ഒക്കെ കത്തി. എല്ലാവരും വന്നോണ്ടിരിക്കുകയാണ്. നൈറ്റ് സ്ലിപ്പ് കയറായി. കുഴപ്പമില്ല, നമ്മൾ നാളെ വേറെ അടിക്കും. നമ്മളെ കൂടെ പറ്റുന്ന രീതിയിലടിക്കും. കാരണം പൈസ എന്ന് പറഞ്ഞ സാധനം വേണം. 25 എണ്ണത്തിന് 100 രൂപ വെച്ചിട്ടാണ് നൈറ്റ് സ്ലിപ്പ്. അപ്പോൾ ഒരു ഷീറ്റിന് 100 രൂപ. അപ്പോൾ ഒരു ഷീറ്റ് നമുക്ക് വെച്ച് കൊടുക്കും. ഒരാൾക്ക് 100 വെച്ച് കൊടുക്കണം. പക്ഷേ അവരൊക്കെ 100 രൂപ ചിലവാ. അപ്പോൾ നമ്മൾക്ക് 10 വെച്ച് കൊടുത്തു തുടങ്ങി. എന്നിട്ട് സാധനത്തിൽ കഴിയാറായി. അപ്പോൾ എന്നാൽ കുഴപ്പമില്ല, നമ്മളെക്കൊണ്ട് കഴിവിനനുസരിച്ച് പറ്റുന്ന രീതിയിൽ നമ്മൾ നാളെ കുറച്ചുകൂടി അടിച്ചിട്ട് കുറച്ചുകൂടി കൊടുക്കും. ഓക്കെ. ഫാൻസ് ഫോട്ടോയൊക്കെ ഉണ്ട്, ഫോളോവേഴ്സ്. അമ്മ അപ്പുറത്തൊക്കെ ഉണ്ട്, അവ ഫോട്ടോയൊക്കെ ഉണ്ട്. സെറ്റല്ലേ? നമ്മളൊരു ഫോട്ടോ കൂടെ വന്നിട്ടുണ്ട്. വന്നാണ്. അപ്പൊ ഫോട്ടോ നമ്മളെ ഇതെന്തൊരു സാരം തൂക്കിടളാ ഈ ഭയങ്കരമാരെന്ന് പറഞ്ഞ് എനിക്ക് കൊടുന്നല്ലോ ഭഗവാനെ ഈശ്വര. നൈറ്റ് സ്ലിപ്പ് കഴിഞ്ഞു. ലാസ്റ്റ് പീസാ അടയ്ക്ക. നാളെ വേറെ തരാം. നാളെ പുതിയതടിക്കുന്നുണ്ട്. ഗൈസ് ഇവരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇല്ലേ? അടക്ക പോവല്ലേ? ഇവത്തെ വണ്ടിയിൽ തൂക്കിണത് കൊടുക്കുന്നത് എന്താ ചെയ്യവരെ കൊണ്ട് ഭഗവാനെ ഈശ്വര. ഞാൻ എന്തിനാണ് ഈ പൈസ ഒക്കെ ചെലവാക്കിയതൊക്കെ മേടിച്ചിടണേ? പിന്നെ ഉപ്പുണ്ടാക്കിയത് വയ്യ വരുന്നു. അതെ, വീട് മാത്രം അപ്പൊ ഇത് കണ്ട പോരാട്ടെ. പഠിക്കണം കേട്ടോ. പഠിക്കില്ലേ? ഓക്കെ. ഇനിയിപ്പോ പഠിക്കാൻ പോണേ? എന്തിനാ പരച്ചല്ലേ? ശരി, പരച്ചന് വാങ്ങാൻ പോവാ. ശരി, അപ്പൊ നോക്കോ. ബൈ ബൈ. ഓക്കെ.
എനിക്ക് ആ പയ്യങ്ക് എന്ന ഗിഫ്റ്റാണിത്. ഒരു ഉപ്പുണ്ടാക്കിയത് അത്രേ, വണ്ടിയിൽ തൂക്കള അത്ര. പക്ഷെ എന്താ ചെയ്യാ, ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് കൊണ്ടുണ്ട്. കാണിച്ചല്ലടാ, ഇവനെ കാണിച്ചെടുക്കണ്ട ഗൈസ്. അവന്റെ ഉപ്പുണ്ടാക്കിയ അത്ര, നമുക്ക് പൈസ കൊടുത്ത് ചിലവാക്കി നമ്മളൊന്നും ചെയ്യും നമ്മൾ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അവന്റെ ഉപ്പുണ്ടാക്കി തന്നായ കാരണം നമ്മൾ വാങ്ങണം. അവന്റെ ഉപ്പാക്കുന്ന പരിപാടി തോന്നുന്നുണ്ട്. സ്റ്റുഡിയോ പറഞ്ഞിട്ടായിരുന്നു, അതായത് ഈ പയ്യൻ നമുക്ക് ഇതാ ആംബുലൻസ് കാണിച്ചോട്ടെ, ഇത് അവൻ ഉണ്ടാക്കി കൊടുത്ത ആംബുലൻസ് തന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പയ്യൻ തന്നെ നമുക്ക് നെയ്സ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ വന്നപ്പോ നമുക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണിത്. പിള്ളേരെ ഓരോ ഈ വക ചെറിയ ചെറിയ സാധനങ്ങൾ, ഇതാണ് ഇത്ര നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്ക് ഇതുപോലെ ഒന്നും തരുന്നതല്ല കേട്ടോ, നമ്മളെ ഓരോരുത്തർ കാണാൻ വരുന്നതായാലും അതേപോലെ എന്താ പറയാ, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി നെയ്സ്റ്റ് കൊടുക്കുക സംഭവം വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന കിട്ടുമ്പോഴുള്ള സന്തോഷമാണ് നമ്മൾ ഏറ്റവും വലിയ സംഭവം, സന്തോഷങ്ങളും സമ്പാദ്യങ്ങളും. നമ്മളുള്ളത് ബാലഭവൻ. അപ്പോൾ ബാലഭവനിൽ നമ്മളെ AODയുടെ പുതുവത്സര വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകവും അതുപോലെ എന്തൊക്കെയുള്ള കിറ്റ് വിതരണവും പിന്നെ 10ാം ക്ലാസ്സും +2 വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, AODയുടെ സമ്മാനദാനമല്ല, മറ്റു പിള്ളേർക്കുള്ള വിതരണം കൊടുക്കുന്ന സാധനങ്ങൾ സരീഷയുടെ തന്ത്രവിധിയായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഹാളിൽ വെച്ചിട്ട് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ മുതലാളി ആൾക്കാർ കൂടിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മഞ്ഞ് MTയുടെ മഞ്ഞാണ്. അപ്പോൾ നമ്മൾ ആർക്കുള്ള ചേട്ടാ അതിഥികൾക്ക്, എനിക്കില്ലേ യൂട്യൂബർക്ക് ആ പാട്ടുപൊട്ടി തുറന്നേ ഫുൾ സെറ്റപ്പാണ്. നമ്മളിപ്പോൾ മുതലാളിയുടെ ഭാര്യേനെയും മുതലാളിയുടെ മക്കളെ കയറ്റാവുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ബസ് ഡ്രൈവറോടെ ജ്യൂസ് ചേട്ടാ എന്താ ചേട്ടാ അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട് സമൂസ ഇവിടെയുണ്ട്. അതിഥികൾ എത്തിയിട്ടുണ്ട്. നോക്കട്ടാ അതിഥികൾ എത്തിയിട്ടുണ്ട്. മഞ്ഞൊക്കെ ഇട്ടിട്ട് ചേട്ടൻ ഫാമിലി എത്തിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. നമ്മളൊരു ഓർഡർ ഒക്കെ വന്നാണ്. അപ്പൊ നമ്മളെ കുറച്ച് ഫോളോവേഴ്സ് എത്തിയിട്ടുണ്ട്. എന്താ ചോദിച്ചു ചേച്ചി ബോർഡ് കയറ്റുമ്പോ പേടില്ലെന്ന്. ബോർഡ് കയറ്റുമ്പോ കോള് വരണേ, കട്ടാക്കട്ടെ. ബോർഡ് കയറ്റുമ്പോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് എല്ലാവരും മരിക്കുന്ന ആൾക്കാരല്ലേ. നമുക്ക് വേണ്ടപ്പെട്ട മരിച്ചില്ലെങ്കിൽ നമ്മളെ ആവശ്യം, നമുക്ക് വേണ്ടപ്പെട്ടവര് മരിച്ചാൽ നമുക്ക് പേടിയില്ലല്ലോ, സങ്കടം വരിക. നിനക്ക് പേടിയിരിക്കും, പക്ഷെ നീ ചെറിയ കുട്ടിയെ കാരണം നിനക്ക് പേടി. കുറച്ച് കഴിഞ്ഞാൽ പേടിയൊക്കെ മാറിക്കോളും. മനസ്സിലായ? ഓക്കെ, നമ്മൾ ഓട്ടം കഴിഞ്ഞോക്ക് ചാവടിക്കുന്നുണ്ട്. ചാവടിച്ചേക്കാം. ഞാനിവിടെ ചെറുതുരുത്തി ഓട്ടം പോയതാ. പെണ്ണേക്ക് നമ്മളെ വിതരണം കണ്ടപ്പോൾ ജസ്റ്റ് ഹായ് പറയാം. ശരി, ഓക്കെ. അങ്ങനെ നമ്മൾ ഓട്ടോ കഴിഞ്ഞ് വന്നു. നമ്മളിപ്പോൾ നാളെ ടാക്സിക്ക് ഓട്ടം ഉണ്ട് മുതലാളി വണ്ടിക്ക്. അപ്പോൾ നമ്മളെ ഹരീനെ പറഞ്ഞത്, അപ്പോൾ ഹരീനെ വിളിക്കാൻ പോയതാണ്. അപ്പോൾ ഹരീനെ വിളിച്ച് വരുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തിയാണ്. ഭക്ഷണം കഴിക്കണം, ഭയങ്കര ടയർഡാണ്, ഭയങ്കര അലച്ചിലായിരുന്നു. അപ്പം നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ വണ്ടി ആകെ ചളിയായിട്ട് നാശകോശായിരിക്കണം. അപ്പോൾ വണ്ടി നമുക്കൊന്ന് കഴുകാം. കുറച്ച് ചളി ഏറിപ്പോയി. വണ്ടി കഴുകണ വീഡിയോ കാണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വെക്കാനൊരു ഓപ്ഷൻ ഇല്ല. വീഡിയോ എടുത്താൽ തന്നെ ആരുമില്ല, ഒറ്റയ്ക്കാണ്.
അപ്പോൾ ഇനി വണ്ടി കഴുകിയിട്ട് നമുക്ക് കാണാം. നമ്മളെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമയം 11:30 അപ്പോൾ വണ്ടി കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് വയ്യ, കുറച്ച് കിടക്കണം. എപ്പോഴും ഓട്ടം വരും ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ കാര്യം. അപ്പോൾ എപ്പോൾ കിടക്കാൻ പറ്റുമോ അത്രയും നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും സുഖം. ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തരാം. അപ്പോൾ വണ്ടി ക്ലീൻ സ്പെക്കായിട്ടുണ്ട്. ക്ലീൻ ബ്യൂട്ടി, വൈറ്റ് ബ്യൂട്ടി.